الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക, അയാളെ ദീനിന്റെ ആളാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. പരിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസിലും ഒക്കെ അത് വളരെ അധികം പ്രാവശ്യം പറയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു വിഷയം, അങ്ങനെ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ, അയാളുടെ ദീനിന്റെ ആളായാൽ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കൽ എന്നതും ഒരു തൗഫീഖാണ്. അത് കിട്ടിയേ പറ്റൂ. അത് അള്ളാഹിനോട് ചോദിച്ച് വാങ്ങേണ്ടുന്ന ഒരു ഭാഗ്യമാണ് ഇസ്തിഖാമ. പല കാരണങ്ങൾ കൊണ്ടും ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാം. ചിലപ്പോ നമ്മള് വളരെ നിസ്സാരമായി, വളരെ ചെറുതായി കരുതുന്ന ഒരു വാക്ക്, ഒരു ചിന്ത, ഒരു പ്രവൃത്തി, അതൊക്കെ ചിലപ്പം ഹിദായത്ത് മൊത്തത്തിൽ പോയി പോവാനുള്ള കാരണമായി പോയേക്കാം. ഒരു ഗ്യാരണ്ടി ഇല്ല ഹിദായത്തിന്. ഒരാൾ അള്ളാഹു തൗഹീദിന്റെ വക്താവാക്കി, സുന്നത്തിന്റെ ആളാക്കി, ഒരു ഗ്യാരണ്ടി ഇല്ല. ഏത് സമയത്തും റിദ്ദത്ത് സംഭവിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഈമാനിനെ നിർവചിച്ചപ്പം എന്തു പറഞ്ഞത്? അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാഇ. അഹ്ലുസുന്നക്ക് എതിരായിട്ടുള്ള ചില ടീമുകളുണ്ട്, വഈദിയാക്കൾക്ക് പറയും. അതായത് അവർ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും പ്രതീക്ഷ മാത്രമാണ്, നല്ലതേ ഉണ്ടാവൂ എന്നുള്ള ചിന്ത. ചില ആളുകൾ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും പേടി മാത്രമാണ്. അഹ്ലുസുന്ന പറഞ്ഞു ഇത് രണ്ടിന്റെയും ഇടയിലാണ്. പ്രതീക്ഷയും വേണം, അതേ സമയത്ത് ഭയവും വേണം. അൽ ഖൗഫു വറജാ, അതാണ് ശരിക്കും ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ കണ്ട സുഹ്ബത്തുള്ള സഹാബാക്കൾ, അതായത് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ജീവിച്ച് മരിച്ചു പോയ ആളുകൾ, അവരുടെ ഈമാനും ഹിദായത്തും വരെ ഗ്യാരണ്ടി ഉള്ളതല്ല. പ്രവാചകന്മാരൊഴിച്ചു ബാക്കി ഒരാളുടെയും ഈമാൻ സുരക്ഷിതമല്ല, ഏത് സമയത്തും പോയേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ. രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരം കാഫിറായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ വൈകുന്നേരത്തിനിടയിൽ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവുന്ന എന്തെങ്കിലും പ്രവൃത്തിയോ വാക്കോ ചിന്തയോ ഓനടുത്തുനിന്ന് വന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം ഇസ്തിഖാമ. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന ആളുകളെ പുകഴ്ത്തിക്കൊണ്ട് പറയാൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു അടിമ, മുഅ്മിനായ അടിമ ദുനിയാവിൽ നിന്ന് പോവുകയും ആഖിറത്തിലേക്ക് അടുക്കുകയും ചെയ്യുകയായാൽ, മരണത്തെ സംബന്ധിച്ച് പറഞ്ഞ അങ്ങനെയാണ്, ജീവിതം തീരാൻ പോകുന്നതല്ല, ദുനിയാവിൽ നിന്ന് മുദ്ബിർ, ദുനിയാവിൽ വിട്ടേച്ച് പോവാൻ, എന്നാലോ ആഖിറത്തിലേക്ക് അടുക്കുകയാണ്. ആ അവസരമായാൽ മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ അവന്റെ അടുത്തേക്ക് വരും. ഒരു മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് മലക്കുകളെ രണ്ട് സന്ദർഭങ്ങളിൽ കാണാം. ഒന്ന്, മനുഷ്യന്റെ കോലത്തിൽ വന്നാൽ, മലക്ക് മനുഷ്യന്റെ കോലത്തിൽ വന്നാൽ മനുഷ്യന്മാർക്ക് കാണാം. പക്ഷെ ആ വന്നത് മലക്കാണ് എന്ന് വഹയുള്ള പ്രവാചകൻ പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തത്, നമ്മുടെ ദുനിയാവിൽ തന്നെയുണ്ട്, നമ്മുടെ നഫ്സില്, ജസദില്
റൂഹും ഉണ്ട്, പക്ഷെ ആ റൂഹ് യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയം. ജസദിന് റൂഹ് ഉണ്ടാവും, പക്ഷെ കണക്ഷൻ ദുനിയാവെന്ന് വിട്ടിട്ടുണ്ടാവും. റൂഹിന്റെ, ജസദിന്റെ അല്ല. അപ്പൊ തടി അനങ്ങുന്നുണ്ടാവും, കണ്ണനങ്ങുന്നുണ്ടാവും, ശ്വാസം എടുക്കുന്നുണ്ടാവും, പക്ഷെ കണക്ഷൻ ഉണ്ടാവൂല. ആ സമയത്ത് നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവും. ആരെ? മലക്കുകളെ അവരുടെ കോലത്തിൽ എങ്ങനെയാണോ അവർ വരിക ആ കോലത്തിൽ, ആ കാണലോടുകൂടി ഖലാസ്. പിന്നെ അനങ്ങുന്ന കാണുമ്പോ നമ്മൾ ഉപ്പാന്ന് വിളിച്ചാലും ഉപ്പ വിളി കേൾക്കൂല. അനങ്ങുന്ന കാണുമ്പോ നമ്മൾ ചിലപ്പോ വർത്താനം പറഞ്ഞാലും മറുപടി ഉണ്ടാവൂല. ചിലപ്പോ നമ്മളെ നോക്കുന്നുണ്ടാവും, എന്നാലും കണക്ഷൻ പോയിട്ടുണ്ടാവും. ആ സമയത്ത് കാണലി ഈ മലക്കുകളെയാണ്, മലക്കുൽ മൗത്തിനെയും പരിവാരങ്ങളെയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കോലത്തിലാണ് വരിക. ഒന്നുകിൽ തൂവെള്ള വസ്ത്രം ധരിച്ച മലക്കുകളായിരിക്കും, ഭയങ്കര സുഗന്ധമുണ്ടാവും. അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ ഉണ്ടാവും. റൈഹാൻ ചെടിയും അതിന്റെ കൊമ്പുകളും അതിന്റെ പൂവുകളും ഉണ്ടാവും. ഒരു പാത്രത്തില് ഐസ് കട്ടയുണ്ടാവും. മലക്കുകളുടെ കൈമല് സൽജ്, ഐസ് കട്ട, മഞ്ഞുകട്ട അവരുടെ കയ്യിലുണ്ടാവും. അവരുടെ മുഖം പ്രകാശിക്കുന്നുണ്ടാവും. ഇവരെ കാണുമ്പോഴേക്കും മരിക്കാൻ കിടക്കുന്ന മുഅ്മിനിന് ആശ്വാസവും. അപ്പൊ പിന്നെ ആ മുഖത്ത് വലിയ വെപ്രാളങ്ങളൊന്നും കാണൂല. കണ്ണു തള്ളുക, പേടിച്ചിട്ട് കറുത്തു പോവുക, ചുണ്ടുകൾ കൂടിപ്പോവുക, ഇതൊന്നും ആ മയ്യത്തിൽ ഉണ്ടാവൂല. സാദാ സീത നോക്കിയാൽ ഒരു ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന ടീമിനെ പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാവരോടും ആകാശത്തില് കിടന്നാളെ പോലെ പുഞ്ചിരിച്ച് കിടക്കും. ആ കാണലോടുകൂടി ഈ മുഅ്മിനിന് എന്ത് മനസ്സിലാവും? പോക്ക് ഏകദേശം ക്ലിയർ ആയിരിക്കും, വഴികളൊക്കെ തടസ്സമൊന്നും ഉണ്ടാവൂല എന്ന് ബോധ്യപ്പെടും. മലക്കുൽ മൗത്ത് തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഈ ആയത്ത് ഓതും, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. പറയും, അല്ലാ തഖാഫു, പേടിക്കാറൊന്നുമില്ല, വരാൻ പോകുന്നല്ല എളുപ്പമാണ്. വലാ തഹ്സനു, വിട്ടേച്ച് പോകുന്നതിന് സങ്കടമൊന്നും വേണ്ട. വഅബ്ശിറു ബിൽ ജന്ന, സ്വർഗമുണ്ട്, സന്തോഷിച്ചു കൊള്ളുക. ഇത്രയും പറഞ്ഞ് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് തണുപ്പിച്ചിട്ടാണ് റൂഹ് പിടിക്കാൻ പോവുക. അപ്പൊ ഇത് പറയുമ്പോഴേക്കും ഈ കിടക്കുന്ന ആൾക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാളുടെ കാലിന്റെ വിരലിൽ നിന്ന് റൂഹിനെ ഊരിത്തുടങ്ങും. അതിങ്ങനെ മുകളിലോട്ട് കേറി 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 കണ്ണുകളിലൂടെ അതങ്ങ് പോകും. പോകുന്ന സമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനിന്റെ റൂഹാണെങ്കിൽ മലക്കുകൾ പരസ്പരം മത്സരിക്കും അതിനെ സ്വീകരിക്കാൻ. അപ്പൊ ഓരോ മലക്കിന്റെ കൈമലേക്ക് മാറി 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 പോകുന്നുണ്ടാവും. അതെങ്ങനെ മുകളിലോട്ട്. ഇവന്റെ കണ്ണോ ഈ പോകുന്ന റൂഹിനോടൊപ്പം ഇങ്ങനെ പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ മയ്യത്തിന്റെയും നോട്ടം എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. അത് വെറുതെ നോക്കുന്നല്ല, ഇവന്റെ ജസദിൽ ഉണ്ടായ റൂഹിനെ ഈ മലക്കുകൾ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന വിരിപ്പിൽ പൊതിഞ്ഞ് ഐസ് കട്ടയിൽ മുക്കി തണുപ്പിച്ച് റൈഹാൻ ചെടിയുടെ പുഷ്പങ്ങൾ വെച്ച് മണപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മയ്യത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാ പോന്നറിയോ? കൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന ലാഘവത്തോടുകൂടി പോകും. വേറൊരു വായത്തിൽ എന്തുള്ള അറിയോ? കുഴച്ചു വെച്ച മാവിൽ നിന്ന് പെണ്ണുങ്ങൾ അവരുടെ മുടി എടുത്തു മാറ്റുന്ന പോലെ റൂഹ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. പക്ഷേ എന്നാലും വേദന ഉണ്ടാവും. കാരണം ഈ ദുനിയാവിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ റൂഹ് പോയിട്ടുണ്ടാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ്. പക്ഷെ റസൂലുള്ളാഹി ആ സമയത്ത് പറഞ്ഞു, അലാ ഇന്നലിൽ മൗതി ലസക്ര, മരണത്തിന് വേദനയുണ്ട് എന്ന് ഉമ്മത്തിനെ അറിയിച്ചിട്ടാണ് പോയത്. തീർച്ചയായും നമുക്ക് ആ വേദന ഉണ്ടാവും. സൂറത്തുൽ ഖിയാമയിൽ ആ വേദനയാണ് അല്ലാഹു പറഞ്ഞത്. വൽതഫത്തിസ്സാഖു ബിസ്സാഖി ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കാലുകൾ പിണച്ചു വെച്ച് കൂട്ടിപ്പിടിച്ച് കടിച്ചമർത്താൻ ശ്രമിക്കും, പക്ഷെ വേദന ഉറപ്പാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച മുഅ്മിനിന്റെ റൂഹ് മലക്കുകൾ അങ്ങനെ മത്സരിച്ച് കൈമാറി ഒന്നാമത്തെ ആകാശത്തിലെത്തും. ജസദ് എവിടെയാണ്? പരക്കുണ്ടത്രേ. ചിലപ്പോ രാത്രി ഇത് പോയിട്ടുണ്ടാവുക, അടുത്ത് കിടക്കുന്ന ഓളം തെറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെ റൂഹ് പോയ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഡോക്ടർമാര് പറയും രാവിലെ നോക്കിയിട്ട് ഇത് ഏകദേശം 5 മണിക്കൂർ മുമ്പേ മരിച്ചിന്. ആ 5 മണിക്കൂർ മോള് കുറുക്കം വലിച്ച് അടുത്ത് ഉറങ്ങുന്നുണ്ടാവും.
അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെ ബോഡി തണുത്തിട്ടുണ്ടാവും. പക്ഷെ അത് 1-ാമത്തെ ആകാശത്തിലെത്തി. അവിടുത്തെ ആകാശത്തിലുള്ള മലക്കുകൾ ഈ മണം കൊണ്ട് ചോദിക്കും, ലിമൻ, ഇതാർക്കുള്ള റൂഹാണ്? നല്ല സുഗന്ധമുണ്ടല്ലോ, നല്ല മണമുണ്ടല്ലോ. അപ്പൊ നമ്മളെയും നമ്മളെ ഉപ്പാന്റെയും പേരെടുത്ത് മലക്കുകൾ പറഞ്ഞ് ആ റൂഹിനെ പരിചയപ്പെടുത്തും. ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പം 1-ാം ആകാശത്ത് നിന്ന് ചോദിച്ച മലക്കുകൾക്ക് അവനെ പരിചയം ഉണ്ടാവും. എന്താ കാര്യം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നു, എന്നെ ഓർക്കുന്ന അടിമകളെ ഞാൻ എന്ത് ചെയ്യും? അവരെക്കാളും നല്ലവരുടെ കൂട്ടത്തിൽ ഓർക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ റൂഹായിക്ക് പോകുന്നത് 7 ആകാശം വരെ ഓരോ ആകാശത്തിലെ മലക്കുകളും അത് ചോദിക്കും. അവർക്ക് ഉപ്പാന്റെയും നമ്മളെയും പേര് പറഞ്ഞു പരിചയപ്പെടുത്തും. അവസാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, എന്റെ അടിമയുടെ റൂഹിനെ ഇല്ലിയ്യീനിൽ നിക്ഷേപിക്കുക. വമാ അദ്റാക മാ ഇല്ലിയ്യൂൻ കിതാബുൻ മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. ഇല്ലിയ്യീൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? അതൊരു സങ്കേതമാണ്. യശ്ഹദുഹു അൽ മുഖറബൂൻ. ആ സങ്കേതത്തിന് സാക്ഷിയാവുക മുഖറബുകളാണ്. എന്താ മുഖറബിന്റെ അർത്ഥം? ഏറ്റവും അടുത്ത ആള്, അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത മുഅ്മിനിന്റെ റൂഹിനെ അയക്കാനുള്ള സ്ഥലമാണ് ഇല്ലിയ്യീൻ. അവിടെ എത്തും, അവിടെ ഇടും, അവിടെ എഴുതും. ഈ സമയത്തിനുള്ളിൽ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് അറിയോ? ആൾക്കാർ വരുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, കുറെ ആൾക്കാർ കരയുന്നുണ്ട്, കുറെ ആൾക്കാർ നമ്മളെ ചുംബിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ നമ്മളെ കുപ്പായ ഊരിത്തരുന്നുണ്ട്. രാത്രി നമ്മൾ ഇട്ട കുപ്പായാണ്. ആരോ വന്നിട്ട് കുടുക്കലിനെ ഊരാൻ പറ്റാത്ത തടിയന്മാരൊക്കെ ആണെങ്കിൽ കത്രി കൊണ്ട് മുറിച്ച് മാറ്റി, തുണിയും മാറ്റി, പാന്റും മാറ്റി, ഷഡ്ഡിയെ ഊരി, ബനിയൻ ഊരി, നെങ്കയാക്കി ഒരു വെള്ള തുണി കിടത്തിയിട്ട് മുകളിലൊരു വെള്ള തുണി പുതച്ചിട്ടുണ്ടാവും. ഇന്നലെ കമ്പിളി പുതച്ചിട്ട് കിടന്നവനാണ്. ഇന്ന് രാവിലെ നമുക്ക് റൂഹാടെത്തുമ്പോഴേക്ക് നമ്മൾ വെള്ളപ്പുതപ്പിന്റെ ഉള്ളില് ആയി. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പറ്റിയിട്ട് സഹതാപം പറയുന്നുണ്ടാവും. പാവം മനുഷ്യൻ, ഇന്നലെ വരെ വലിയ ആരോഗ്യത്തിലുണ്ടായതാണ്, ഇന്നലെ വരെ കണ്ട് വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പൊ നോക്കിയേ ഖറ മയ്യിതൻ, പേരുമാറി. ഇന്ന് നമ്മളെ പേരുമാറി. ഇനി എന്താ പറയാ? സലാഹുദ്ദീൻ ഉസ്താദ് എന്ന് പറയുന്നത് ഈ മയ്യത്ത്. പിന്നെ ഈ മയ്യത്തായി ആരായാലും. കുറെ ആൾക്കാർ നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കും, മക്കളോടൊക്കെ ചോദിക്കും, ഉപ്പാനെ കുളിപ്പിക്കുന്ന. ചില പൊട്ടന്മാരായ മക്കൾ പറയും, നമുക്ക് കുളിപ്പിക്കാൻ അറിയില്ലപ്പാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉപ്പാന്റെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളുകളെ വാടകയ്ക്ക് എടുക്കേണ്ട അവസ്ഥ ഇന്നുമ്മത്തിനുണ്ട്. മയ്യത്തിന് എങ്ങനെ കുളിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, അയ്യോ പരിചയമില്ല. പോട്ടെ, ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള മയ്യത്ത് നിസ്കാരത്തിന് ഇമാമാകാൻ വരെ വാടകയ്ക്ക് എടുക്കുന്ന മനുഷ്യന്മാര്, മക്കള് ഇന്ന് നമ്മളെ ദുനിയാവിലുണ്ട്. നമ്മളെ മക്കൾ അങ്ങനെ ആക്കണ്ട കേട്ടോ. മരിച്ചു കിടക്കുമ്പോ മുമ്പിൽ കയറി നിന്നിട്ട് കൈകെട്ടിയിട്ട് അള്ളാഹുവെ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പാകത്തിനുള്ള ഇൽമ് മക്കൾക്ക് കൊടുത്തോളേ. അതേ ഉണ്ടാവുള്ളൂ, അതേ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളെ ഇവിടുന്ന് സന്തോഷത്തോടെ ദുആവും ചെയ്ത് യാത്രയാക്കും. അല്ലെങ്കിൽ വാടകക്കാരെ ഏൽപ്പിക്കും, അപ്പുറത്ത് പോയിട്ട് ഫോണും കുത്തിയിട്ട് നിൽക്കും. അതാ ഉണ്ടാവുക. നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇന്നലെ നമ്മള് മറ്റേ എന്ത് സോപ്പെന്നാ പറയാ, വില കൂടിയ സോപ്പ് ഏതാ? പിയേഴ്സിന്റെ സോപ്പിട്ട് പതപ്പിച്ച് ബാത്ടബിൽ കടന്നിട്ട് മലന്ന് കടന്ന് കുളിച്ചവരാണ് നമ്മൾ. ഇന്നോ നമ്മളെ തലയിന്ന് കാലിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് തേച്ചൊരച്ച് കഴുകി വൃത്തികളൊന്നും ഇല്ലാണ്ട് അല്ലാഹു കാക്കട്ടെ. മരിച്ചിട്ട് പോകുമ്പോ ശരീരം ക്ലീൻ ആയിരിക്കണം. നമ്മളെ മയ്യത്ത്, നമ്മളെ ശരീരം നോക്കിയിട്ട് കുളിപ്പിക്കുന്ന ആള് എന്തും മനുഷ്യനിപ്പോ ആള് കുളിക്കലുമില്ല കഴുകലുമില്ല എന്ന് പറയരുത്. മുസ്ലിം ഗുഹ്യരോമങ്ങൾ വടിച്ച്, കക്ഷരോമങ്ങൾ വടിച്ച്, മീശ വെട്ടി ഒതുക്കി, താടിയെല്ലാം നല്ല പാകപ്പെടുത്തി, നല്ല വെണ്ണയെല്ലാം തേച്ച് കുളിപ്പിക്കുന്ന ആള് എന്തിനിപ്പോ കുളിപ്പിക്കുന്നത്? നല്ല വൃത്തിയുണ്ടല്ല. അങ്ങനെ യാത്രയാവണം ദുനിയാവ്. ഏറ്റവും നല്ല മരണമാണ്. ചില മനുഷ്യന്മാരെ മരണമുണ്ട് കള്ളുഷാപ്പില്, സിനിമാ ടാക്കീസില്, ഓടയില്, ബസ് സ്റ്റാൻഡില്, കക്കൂസില്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലാസ്റ്റ് ഇടുന്ന് പോകുന്നതും ഏറ്റവും വൃത്തിയിലാവണം. കണല്ല അവസാനത്തെ വീട്ടിലേക്കല്ല ഈ പോകുന്നതിന് തിരിച്ചു വരവില്ലല്ലോ. അത്ര വൃത്തിയില് ആൾക്കാർ നമ്മളെ തേച്ച് അവസാനം ഒരു ബക്കറ്റ് വെള്ളത്തില് കർപ്പൂരെല്ലാം കലക്കി, റോസ് വാട്ടർ എല്ലാം കലക്കി, കുറച്ച് മണമുള്ളതെല്ലാം കലക്കി, അതും കൂടി ഒഴിച്ച്
നമ്മളടുത്ത് പറഞ്ഞു, മോനെ നിന്റെ അവസാനത്തെ കുളി നീ കുളിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത കുളിയൊന്നുമില്ല. ഇനി കുളിക്കാൻ കച്ചറായിട്ട് വേണ്ട ഇനി കുളിക്കാൻ. ഇനി എങ്ങോട്ട് കൊടുക്കാൻ പോവാ? കുളിപ്പിച്ചിട്ട് പുഴുക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പോവാണ് ഈ ബോഡി. ഹായ് ഹായ് ഹായ്, അള്ളാഹു മാപ്പ് തരട്ടെ. ഇനി അവിടെ പുഴുക്കൾ മത്സരാണ്. ക്യൂ സിസ്റ്റം ഇല്ലാന്നല്ലേ തലവസ്ഥ പറഞ്ഞില്ലേ? ക്യൂ സിസ്റ്റം ഇല്ല, തള്ളലാണ്. അവരിങ്ങനെ തള്ളി തള്ളി വരും. ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന് തിന്നും. 3 ദിവസം കൊണ്ട് ഈ 110 കിലോ ഖലാസ്. അവസാനത്തെ കുളിയും കുളിപ്പിച്ചിട്ട് നമ്മളെ പുഴുക്കൾക്കായിട്ട് കൊണ്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും നമ്മൾ എങ്ങോട്ടാണോ പോവേണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വിളിച്ചു പറയുന്നുണ്ട്, അനബൈത്തുൽ വഹ്ശ, എടാ സൂക്ഷിച്ച് ജീവിച്ചോ, ഞാൻ ഒറ്റക്ക് കിടക്കേണ്ട വീടാണ്. അനബൈത്തുൽ ദുൽമ, ഞാൻ ഇരുട്ടിന്റെ വീടാണ്, ടോർച്ചും കൊണ്ട് വന്നോളി. എന്തെങ്കിലും ലൈറ്റ് കത്തിച്ചിട്ട് വന്നോ, ഞാൻ ഇരുട്ടിന്റെ വീടാണ്. അനബൈത്തുൽ ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. ഇവരുടെ ഓളുമക്കളൊന്നും കൂടെ കിടക്കാനുണ്ടാവില്ല. ഞാൻ പുഴുക്കളുടെ വീടാണ് എന്നോരോ ദിവസവും ഖബറ് വിളിച്ചു പറയാതിരിക്കുകയില്ല. അത് കേൾക്കേണ്ട ഈ ചെവി കൊണ്ടല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ചെവി കൊണ്ടാണ്. പോയേ പറ്റൂ. റൂഹുൽ ഉണ്ടത്രേ, ജസദിനെ കുളിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് 3 വെള്ളത്തുണി. എത്ര പൈസയുണ്ടോ 3 തുണിക്ക്? എത്രയുണ്ടാവും? ഒരു ടീഷർട്ടിന്റെ വില എത്രയാ? അല്ല, മടക്കിയിരിക്കാടുന്ന ടീഷർട്ട് അല്ലേ? ചുരുങ്ങായിരം കൊടുക്കണം. 1000-3 തുണി കിട്ടും, വെള്ളത്തുണി. 1000 വേണ്ട, ഈ വെള്ള 3 തുണിക്ക് 5000 രൂപ ടീഷർട്ട് ഉണ്ട്, 15000 പിന്നെ ജീൻസ് ഉണ്ട്, പിന്നെ ജോക്കിയുടെ ഷഡ്ഡി ഉണ്ട്. എല്ലാം കത്രിക എടുത്ത് മുറിച്ചാണ് ബാസ്കറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ വേസ്റ്റ് ഇടുന്ന ബാസ്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് മാറ്റും നമ്മളെ ഈ 3 തുണിയിലേക്ക്. അതേ പോകുമ്പോ ഉണ്ടാവുള്ളൂ. ആ 3 തുണിയേ പോകുമ്പോ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മത്സരിക്കുന്നത് ഈ വിലപിടിപ്പുള്ളതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സ് പിന്നെയും കൊതിക്കുന്നത് ഈ രസങ്ങളുടെ ബാക്കിലാണ്. പക്ഷെ എന്ത് കൊതിച്ചാലും, എത്ര മത്സരിച്ച് പിടിച്ചാലും, എത്ര ഉണ്ടാക്കി വെച്ചാലും പോകുമ്പം ഈ 3-ലല്ലാണ്ട് പോവാൻ പാടില്ല. അത് ദീനിന്റെ നിയമമാണ്. മോൻ പറയാ, ഇതെന്റെ ഉപ്പ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് വളരെ ആശിച്ചിട്ട് വാങ്ങി വെച്ച തുണിയാണ്, ഇതുടുത്തിട്ട് പോയിക്കോട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ, സയ്യിദുൽ മുർസലീൻ, ലോകത്തിന്റെ പ്രവാചകൻ വരെ ഈ 3 തുണിയിലാണ് അങ്ങോട്ട് പോയത്. നമ്മളവിടെ കിടത്തി 1-മത്തേത് മൂടി, 2 മൂടി, 3-മത്തെ മൂടുന്നതിന് മുമ്പ് ചില ആൾക്കാർ ചോദിക്കും, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ചിലപ്പോ മൂലക്കുന്നുണ്ടാവും പഴയ ചങ്ങായി വന്നിട്ട് കാണാൻ. പണ്ട് കൂടെ ജോലി ചെയ്ത ആളിനെ വന്നിട്ടുണ്ടാവും. അവരെല്ലാം വന്ന് മുഖമൊന്ന് നോക്കി, എന്ത് പറയാനാ? ഞാൻ വന്നെന്ന് പറയാൻ പറ്റുമോ? ഞാൻ വന്നെന്ന് അറിയിക്കാൻ പറ്റുമോ? സലാം പറയാൻ പറ്റുമോ? ഒന്നുമില്ല. കാരണം മയ്യത്താണ്. മുഖം നോക്കി ഓനൊന്ന് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ഓൻ പോയി. ഇനി ആരും കാണാനില്ലല്ലോ? ഇല്ല, കാണാനില്ല. ദുനിയാവിന്റെ അവസാനത്തെ മൂടലും 3-മത്തെ തുണിയിൽ മൂടി, തലയിലും കെട്ടി, കാലിലും കെട്ടി, ഖലാസ്, കഴിഞ്ഞു. ദുനിയാവ് കഴിഞ്ഞു. ഇതെപ്പാ സംഭവിക്കാം? ചിലപ്പോ ഇന്ന് ഇഷാഹിന്, ഇല്ലെങ്കിൽ നാളെ രാവിലെ, ഏത് സമയത്തും സംഭവിക്കാം. ഏത് സമയത്തും ഈ 3 തുണിക്കുള്ളിലേക്ക് നമ്മൾ പോവാം. 3 തുണിയിലായി. പിന്നെ മയ്യത്ത് കെട്ടലിന് പരതലായി. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ മയ്യത്ത് കെട്ടിലാണ് അവസാനത്തെ കെട്ടില്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, യൗമൻ യൗമൻ അല ആലത്തിൻ ഹദ്ബാഅ മഹ്മൂലു. മനുഷ്യ, എത്രയും നീ ജീവിച്ചോ, നീ എന്തും ചെയ്തോ, പക്ഷെ യൗമൻ, ഒരു ദിവസം നിന്നെ വഹിക്കപ്പെടുന്നത് കാലുകളില്ലാത്ത കട്ടിലിന്റെ മേലായിരിക്കും. കാലിന്റെ കട്ടുമല്ല നമ്മൾ സാധാരണ കിടക്കുക. താഴോട്ടല്ല, കാല് നീളത്തിലാണ്. ആൾക്കാരെന്ന് ചുമലിൽ വെക്കാൻ പറ്റിയ കാലാണ്. അതിന്റെ മുകളിലാണ് ലാസ്റ്റ് ദുനിയാവിൽ കിടക്കുക. അത് പട്ടായാലെന്താ? അത് സ്വർണത്തിന്റെ കട്ടിലായാലെന്താ? അതൊരു മരതകവും മുത്തും പവിഴവും വില കൂടിയ ഡയമണ്ടും പിടിപ്പിച്ച കട്ടിലായാലെന്താ? രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ആലിമാണെങ്കിലും പാമരനാണെങ്കിലും പൈസക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരേ അലൂമിനിയത്തിന്റെ കട്ടില്. അതല്ലേ ഇവിടെയുള്ളൂ? ഒറ്റ കട്ടിൽ. എല്ലാവരും ആ കട്ടിന്മേൽ തന്നെ ആൾക്കാരെ ചുമരിലേറി പോക്കായി. എങ്ങോട്ട്? ബർസഖിലേക്ക്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കാൻ ആൾക്കാർ വന്നു, മയ്യത്ത് കട്ടിൽ വെച്ചു. ആരാ എടുക്കുക?
അപ്പോഴും ഉണ്ടാവും ചില കുരുത്തം കെട്ട മക്കള് ഫോണിൽ അതിന്റെ അപ്പുറത്ത്, ഡോറിന്റെ അപ്പുറത്ത് ചങ്ങായിമാരോട്ട് ചാറ്റിങ്ങിന്. കാരണം ഈ കിടക്കുന്ന മയ്യത്ത് ആരാന്ന് പോലും അറിയില്ല. അതിനോടുള്ള ഹക്ക് എന്താന്ന് പോലും ഓനെ പഠിപ്പിച്ചിട്ടില്ല, അവൻ പഠിച്ചിട്ടുമില്ല. അത് തീർന്നില്ലേ? എന്തായാലും പറയാ ഡെഡ് ബോഡി. ഡെഡ് ബോഡി ഡെഡ് ബോഡി എന്താക്കണം? അതെങ്ങനെ കൊണ്ടുപോയി ആരായാലും എന്തായാലും കൊണ്ടുപോയില്ലേ? അതിനുള്ള വാടകയ്ക്ക് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവര്, മക്കള്. വാടകക്കാര് വന്ന് ചുമൽമ വെച്ചിട്ട് പോക്കായി ബർസഖിലേക്ക്. മഖ്ബറയിൽ എത്തുമ്പോഴേക്ക് എന്ത് റെഡിയായിട്ടുണ്ട്? വീട് റെഡിയായിട്ടുണ്ട്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിന്റെ വീടുകളിൽ ആദ്യത്തെ വീട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരോ ഏതോ വയസ്സം കാക്ക കൊത്തിക്കീറി കുഴിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ആഖിറത്തിന്റെ വീടുകളിൽ ഒന്നാമത്തെ വീട്. എഴുന്ന പോന്ന് മണിമാളികയിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന്, പട്ടുമെത്തയിൽ നിന്ന്, ഏസി റൂമിൽ നിന്നാ പോന്ന്. എങ്ങോട്ട്? എല്ലാരും നിർബന്ധമായും പോകേണ്ട വീട്ടിലേക്ക്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രകാശിപ്പിച്ചിട്ട് പോയിക്കോളി. സ്വർഗത്തിന്റെ വിരിപ്പും പരവാതാനിയും കാർപ്പറ്റുകളൊക്കെ വിരിക്കാൻ പാകത്തിന് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. ലൈറ്റ് ഇല്ലാണ്ട് പോയാൽ ഇരുട്ടത്ത് കഷ്ടപ്പെടും. എടുത്ത് നമ്മൾ അങ്ങോട്ട് വെക്കും. ആദ്യത്തെ വീട്ടിലേക്ക് നമ്മൾ എടുത്ത് വെച്ചു. ആരാ വെക്കുന്നത്? മക്കള്, ഭർത്താവ്, കൂടപ്പിറപ്പുകള്, ഇന്നലെ കണ്ട ചങ്ങായിമാര്, ചെട്ടി ദോസ്ത് ഉണ്ടാവും, അയൽവാസികൾ ഉണ്ടാവും, നാട്ടുകാര്, വീട്ടുകാര്, നമ്മളെ സ്നേഹിച്ച ആൾക്കാര് എല്ലാരും വന്ന് വെച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിൽ ആരും ചിന്തിക്കുക പോലുമില്ല, പാവന്റെ ദോസ്ത് ഒറ്റക്കല്ലേ, ഞാനും കൂടി അങ്ങോട്ടൊന്ന് 2 ദിവസത്തേക്ക്, 2 ദിവസം പോയിട്ട് ഒരു സെക്കൻഡിലേക്ക് കൂടെ വരാനില്ല. ഇവിടെ ക്യാരംബോർഡ് കളിക്കാൻ ആളുണ്ട്, പിന്നെ ക്രിക്കറ്റ് മാച്ചിന് പോകാൻ ആളുണ്ട്, പിന്നെ സിനിമക്ക് പോകാൻ ആളുണ്ട്, ടൂറിന് പോകാൻ ആളുണ്ട്, പള്ളി വരേണ്ട ടൈമിലും പുറത്ത് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകാൻ ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്. എന്നാൽ ഇങ്ങോട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് ആരെങ്കിലും ഒരാള്, 10 ചെങ്ങായിമാരിൽ ഒരാള്, നോ, ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം അത് ഒറ്റക്ക് കിടക്കേണ്ട സ്ഥലമാണ്. ആ കൊട്ടാരത്തുനിന്ന് കബറാകുന്ന മണ്ണിന്റെ വീട്ടിലേക്ക് എല്ലാരും എടുത്തു വെച്ച് മണ്ണ് വാരിയിട്ടു. മിൻഹാ ഖലഖനാക്കും, ഇതാ ഇവിടെ നിന്നാ നിങ്ങളെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുക്കും, ഇങ്ങോട്ട് തന്നെ നിങ്ങളെ മടക്കുക. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ, ഇവിടെ ശാശ്വതമൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ദിവസം എഴുന്നേൽപ്പിക്കും. എങ്ങോട്ടാ അറിയോ? ലിയൗമിൻ അദീം, ഭയാനകമായ കോടതിയിൽ നിന്നെ കൊണ്ടുവരാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിന്നെ എണീപ്പിക്കും. അള്ളാഹു പറഞ്ഞതാണ്. ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ മുമ്പിൽ പേടിച്ചിട്ട് വറച്ച് നിൽക്കേണ്ട ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. അള്ളാഹു പറഞ്ഞതാണ്. മണ്ണിട്ട് പള്ളിയിൽ നിന്ന് കുഴിച്ച വയസ്സം കാക്ക കുഴിയിട്ട് മൂടി ഭൂമിക്കുള്ളിലായി. ആര്? ഇന്നലെ ഞാനടാന്ന് പറഞ്ഞ് ജീവിച്ചവൻ ഇന്ന് മണ്ണിനടിയിലായി, ഭൂമിക്കുള്ളിലായി, അവന്റെ ജീവിതം കഴിഞ്ഞു. ഇത്രയിന്റെ മുകളിൽ നടന്നത്. അപ്പൊ അള്ളാഹു പറയും, ആൾക്കാർ ചുറ്റുണ്ടാവും, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ വസ്സിഅ ഖബ്റഹു. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടുണ്ടാവും. ഒരാൾ പോയി, 2 ആള് പോയി, 3 ആള് പോയി. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ ആ പോകുന്നവനെ പറ്റി അറിയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നടന്നു പോകുന്നവന്റെ ചവിട്ടടി ശബ്ദം ഇവൻ കേൾക്കും. കാരണം എന്താ അറിയോ? അതിൻ്റെ ഉള്ളിൽ എത്തി മണ്ണിടലോടെ അള്ളാഹു പറയും, എന്റെ അടിമന്റെ റൂഹിനെ തിരിച്ചു കൊടുക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട് അവിടെ. എന്റെ അടിമന്റെ റൂഹിനെ തിരിച്ചയക്ക്, ഇനി അവിടെ കുറച്ച് പണിയുണ്ട്. ഇനിയാ തുടങ്ങുന്നു പണി, ഇനിയാ തുടങ്ങുന്നു. എനിക്ക് ചില കാര്യങ്ങൾ അവിടെ തുടങ്ങാനുണ്ട്. കാരണം ജസദ് റൂഹില്ലാണ്ട് ഇനെന്ത് ചെയ്യാനാ? റൂഹില്ലാണ്ട് ഈ ബോർഡിനെ കത്തിച്ചാൽ എന്താ, അടിച്ചാൽ എന്താ, ഇടിച്ചാൽ റൂഹിനെ തിരിച്ചു കൊടുക്കുക. റൂഹ് തിരിച്ചു വന്നു, ബോധം വന്നു. ദുന്യവിയായ ജീവിതമല്ല, ബർസഖിയായ ജീവിതം. അതെങ്ങനെയാ? അല്ലാഹു ആലം. അവൻ കേൾക്കും. ഓരോരുത്തരും നടന്നിങ്ങനെ പോകുന്നുണ്ട്. ഒരു പക്ഷെ അവൻ പറയുന്നുണ്ടാവും, പോവല്ലേ, ഒറ്റക്കാക്കിയിട്ട് പോവല്ലേപ്പാ, ഇന്നലെ വരെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളല്ലേ ഞാൻ, ഇന്നലെ വരെ നിങ്ങൾക്ക് വേണ്ടി പെടാപാടുപെട്ട ആളല്ലേ ഞാൻ. നിസ്കാരം പോലും ശ്രദ്ധിക്കാണ്ട്, ഖുർആൻ പോലും ഓതാണ്ട്, ദിക്ർ പോലും ചൊല്ലാൻ സമയം കിട്ടാണ്ട്, നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടല്ല ഈ ഓട്ടറിൽ ഞാൻ ഓടിയത്, പിന്നെ എങ്ങോട്ടാ നിങ്ങളീ ഓടുന്നത്? ചിലപ്പോ മയ്യത്ത് പറയുന്നുണ്ടാവും. ഓരോ ചുവട്ടടിയും പോന്നു. അവസാനത്തെ ആളും പോയി കഴിയുമ്പോഴേക്കും ഫയഅതീഹി മലക്കാൻ, ആ 2 ആൾക്കാരും വരുത്തായി. എല്ലായിടത്തും വരും. 10 ആള് ഒരുമിച്ച് മയ്യത്ത് വെച്ചതാണെങ്കിലും ആ 10 ഖബറിലേക്കും ഈ 2 ആൾക്കാർ വരും. അതെങ്ങനെയാ? അല്ലാഹു അഅലം. ഫയഅതീഹി മലക്കാൻ,
എന്നിട്ട് എന്താ ചെയ്യാൻ അറിയോ? ഫയുഖഇദാനിഹി, ഈ രണ്ടാളും കൂടെ ഇവനെ പിടിച്ചിട്ടിരുത്തും. എങ്ങനെയാ കബറിലിരിക്കുക? അല്ലാഹു അഅലം. പിടിച്ചിരുത്തും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തിഖാമത്തോടെ ജീവിച്ചവനാണെങ്കിൽ ആ വരുന്ന മലക്കുകളെ കാണുമ്പോൾ തന്നെ ഇവന്റെ മുഖത്തൊരു ചിരി വരും. കാരണം അവരെന്ത് പറഞ്ഞാ വരാ അറിയോ? അസ്സലാമു അലൈക്കും. കേൾക്കുമ്പോൾ തന്നെ റാഹത്തായി. മുസ്ലിമിനോട് പറയുന്ന അഭിവാദ്യല്ലേ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവരെന്ത് മനസ്സിലായി? ഈ പോയി ഇരിക്കുന്നവരെന്ത് മനസ്സിലായി? വന്നിരിക്കുന്നത് നല്ല രീതിയിലാണ്. ഇനി ആൻസർ ഒക്കെ ഈസിയാണ്. സലാം പറഞ്ഞു, ഇരുത്തി, വെള്ള വസ്ത്രം, നല്ല സുഗന്ധം, കാണാൻ നല്ല ഭംഗി, മുഖത്തൊരു പുഞ്ചിരി. ഒരാൾ തലന്റെ ഭാഗത്ത് നിൽക്കും, ഒരാൾ കാലിന്റെ ഭാഗത്ത് നിൽക്കും. എന്നിട്ട് പിടിച്ചിരുത്തും. സലാം പറഞ്ഞു, ചിരിക്കും, ഇവനും ചിരിക്കും, മുഅ്മിനായ മനുഷ്യൻ. എന്നിട്ട് പറയും, 3 ചോദ്യം ചോദിക്കാൻ പോവാൻ. ദുനിയാവിൽ എന്താ നമ്മൾ പറയാ? 3 ചോദ്യമേ ഉള്ളൂ. ആ 3 ചോദ്യമേ ഉള്ളൂ. ചെറിയ ചോദ്യം, ചെറിയ ഉത്തരം. പക്ഷെ വീട് നല്ല ഉത്തരം പറയേണ്ടത് മണ്ണിന്റെ ഉള്ളെന്ന് പറയാൻ പറ്റണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിൽ ഇവിടെ ഉള്ള പോലത്തെ ബോധം നമുക്കുണ്ടാവുമോ? നിങ്ങൾ പറഞ്ഞാൽ ഉണ്ടാവും, കാരണം റൂഹിനെ തിരിച്ചറിയല്ലേ. എന്നാ ഞാൻ ചോദിക്കുമ്പോ രണ്ടാളോടും നിങ്ങളെ റബ്ബാരാന്ന് ആദ്യം പറ. എന്തൊരു ഈമാനാ നോക്കി ഉമറിന്റെ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ ചോദ്യം, മൻ റബ്ബുക്. ഇവന് സംശയമില്ല, ഇവന് തറദ്ദുദില്ല, ഇവന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മരിക്കുന്നവരെ എന്തെല്ലോ സഹിച്ചും ക്ഷമിച്ചും മുറുകെ പിടിച്ചത് ആ റബ്ബിനെയാണ്. ഉള്ള രസങ്ങൾ മൊത്തം മാറ്റിവെച്ച് ആ റബ്ബിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടംപോലെ പൈസ സമ്പാദിക്കാനുള്ള വഴിയുണ്ടായിരുന്നു, ഇഷ്ടം പോലെ പലിശക്ക് കിട്ടുകയും ചെയ്യും. ഒന്നും വേണ്ട, എന്റെ റബ്ബിന് ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞ് ജീവിച്ചനാണ്. കണ്ണുകൊണ്ട് കാണാനുള്ള ഇഷ്ടം പോലെയുണ്ട്, കാതുകൊണ്ട് കേൾക്കാനുള്ള ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ ചെയ്യാനും പ്രവർത്തിക്കാനും തിന്നാനും മുടുക്കാനും കുടിക്കാനും ഇഷ്ടം പോലെയുണ്ട്. എന്റെ റബ്ബിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം മാറ്റുന്നു, ഞാൻ ഇങ്ങോട്ട് വരിക, ഇതാ എന്റെ റബ്ബിന് ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് ജീവിച്ചവനാണ്. ഒരു പിന്നാണ് ചിന്തിക്കാനൊന്നുമില്ല. റബ്ബാരാണ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ടിക്ക്. ഒരു ആൻസർ ഓക്കെ. മൻ നബിയുക്. രണ്ടാമത്തെ ചോദ്യം, നിന്റെ നബി ആരാണ്? ഒരു സംശയമില്ല, കാരണം സുന്നത്തിന്റെ ആളാണ്. അഹ്ലുസ് സുന്ന, അഹ്ലുൽ ഹദീസ്. സുന്നത്തിന് ഓൻ അത്രയും വലിയ വിലയായിരുന്നു. ഒരു 100 ആൾ എതിരായാലും, 100 ആൾ ചീത്ത പറഞ്ഞാലും ആക്ഷേപിച്ചാലും കളിയാക്കിയാലും ഓന്റെ മുമ്പിലുള്ളത് സുന്നത്താണ്. ഇത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ്, അതെനിക്ക് മതി. ഒരു പിടിവാശിയായിരുന്നു, അതിലെന്തോ ഒരു നിർബന്ധമുള്ള പോലെയായിരുന്നു. ആൾക്കാരൊക്കെ കളിയാക്കിയാലും ഓരെന്തോ പിരാന്തനെ പോലെയാ സുന്നത്തിനനുസരിച്ച് ജീവിച്ചു. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഓൻ ഈസി ആയിട്ട് പറയും, മുഹമ്മദുൻ റസൂലുള്ളാഹ്, എന്റെ നബി മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തുകളിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കും. ഇതാരാന്നറിയോ? ഇതാരാന്നറിയോ? ഓൻ സംശയമില്ലാണ്ട് പറയും, ഇതെന്റെ നബിയാണ്. കാരണം ഓൻ അങ്ങനെ ആയിരിക്കും ജീവിതത്തിൽ റസൂലിനെ കണ്ടിട്ടുണ്ടാവുക. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. രണ്ടാമത്തെ ടിക്ക് വീണു, ആൻസർ ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വമാ ദീനുക്. നിന്റെ ദീൻ ഏതാണ്? നിന്റെ ഹവയാണോ? നിന്റെ ഇഷ്ടാണോ നിന്റെ ദീൻ? നിന്റെ നേതാക്കന്മാരാ നിന്റെ ദീൻ? നിന്റെ പിതാമഹന്മാരാ നിന്റെ ദീൻ? നിന്റെ നാട്ടുകളൊപ്പം നിന്റെ ദീൻ? അതല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച ഇസ്ലാമാണോ? ഇവൻ പറയും, ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. അറബിയിലാ പറയാ, ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. കാരണം അവൻ പ്രായപൂർത്തിയായ തൊട്ട് ഇന്നലെ മലക്കുൽ മൗത്ത് വന്നത് വരെ അവന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ദീനായിരുന്നു. വേറെ വിഷയം ചിന്തിച്ചിട്ടേ ഇല്ല. ദീനാണോ? ഓക്കെ. ദീനല്ലേ? വേണ്ട. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. കൂളായിട്ട് പറയും, ദീനി അൽ ഇസ്ലാം. പരീക്ഷയിൽ ജയിച്ചു. IAS അല്ല, അതിന്റെ അപ്പുറത്തുള്ള പാസ്സായി. IAS പാസ്സായവന്റെ സന്തോഷം എന്തായിരിക്കും? കളക്ടർ ആകാൻ വേണ്ടി പോകുന്നോണ്ട്. ഇത് അതിനേക്കാളും വലിയ എക്സാം ഇപ്പൊ പാസ്സായിരിക്കുന്നത്. ഫമൻ നജാ മിൻഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു, ഇനി അങ്ങോട്ടുള്ളതൊക്കെ വെരി ഈസിയാണ്. കാരണം പരീക്ഷ ഒന്നുമില്ല. ആദ്യത്തെ ചെക്കപ്പ് കഴിഞ്ഞു, ഇമിഗ്രേഷനിൽ എല്ലാം കഴിഞ്ഞു, പാസ്പോർട്ടെല്ലാം നോക്കി, നമ്മളെ ഫുള്ളൊന്ന് സ്കാൻ ചെയ്ത് നോക്കി, ഒന്നുമില്ല. ഇനി അല്ലാഹ് റൂഹ് പോക്കന്നെ, വിമാനത്തിലേക്ക് അങ്ങ് വിട്ടോളണം. ഫമാ ബഅദഹു ഐസറു മിൻ, ഇവന് സന്തോഷായി, മലക്കുകൾക്ക് സന്തോഷായി. സ്വർഗത്തിലേക്കുള്ള ഒരു നരകത്തിന്റെ ഒരു വാതിൽ തുറന്നു. നരകം കണ്ട് ഇവൻ ആകെ ഭയപ്പെടും. അപ്പൊ മലക്കുകൾ പറയും, പേടിക്കണ്ട, ഇതാകുമായിരുന്നു നിന്റെ സ്ഥലം,
പക്ഷെ നീ അതിന് മറയിട്ടു, ഇങ്ങോട്ടല്ല നിനക്ക് പോവേണ്ടത് എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ ഒരു വാതിൽ തുറന്നു കൊടുക്കും. അത് കണ്ട് സന്തോഷമായിട്ടിരിക്കും. വന്ന ആൾക്കാർ പോകും. അപ്പോൾ നാം വേറൊരാൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സൗന്ദര്യമുള്ള മുഖം പ്രകാശിക്കുന്ന, കണ്ടാൽ തന്നെ ഒരു റാഹത്ത് തോന്നുന്ന ഒരാള് ഇവന്റെ അടുത്തേക്ക് വരും. ഇവൻ സലാം പറയും, ഇവൻ അങ്ങോട്ട് സലാം പറയും, അയാൾ സലാം അടക്കും. മൻ അന്ത്, നീ ആരാണപ്പാ, നീ എന്തോ ഹൈറാണെന്ന് തോന്നുന്നല്ലോ, ആ കോലത്തിലാ വരുന്നത്. അപ്പൊ പറയും, അന അമലുക സ്സാലിഹ്, നിന്റെ നിസ്കാരം, നിന്റെ ഓത്ത്, നിന്റെ തഹജ്ജുദ്, നിന്റെ ദിക്ർ, നിന്റെ സദഖ, നിന്റെ ഹജ്ജ്, നിന്റെ ഉംറ, നിന്റെ സൽസ്വഭാവം, നിന്റെ നല്ല പെരുമാറ്റം, നിന്റെ നല്ല കച്ചവടം, അതാണ് ഞാൻ. വൈരിക്ക് നമുക്ക് വർത്താനം പറയാം, അത് അവിടെ ഇരിക്കും, രണ്ടാളും വർത്താനം പറയാൻ തുടങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിന്റെ മഹ്ശറിന്റെ ഒരു ദിവസം 50,000 കൊല്ലമല്ലേ, ഇവരെത്രയും നിൽക്കുന്നറിയോ? ളുഹൂറിന്റെ അല്ലെങ്കിൽ അസ്റിന്റെ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന പോലെ. ഖലാസ്. എത്ര മിനിറ്റ് എടുക്കും? 10 മിനിറ്റ്. വേറെ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ 10 മിനിറ്റ്. അത്രയും സമയം പോയതുപോലെയേ ഇവന് തോന്നുള്ളൂ, കാരണം ഇവൻ വർത്താനത്തില്ല. വേറെ രൂപായത്തിലുണ്ട്, ഈ അമലി സാലിഹ് വന്നിട്ട് വർത്താനം പറയും, ഇവനെ സന്തോഷിപ്പിക്കും. എന്നിട്ട് പറയും, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോളിൻ, ഇനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അതാണ് മരിക്കാൻ കിടക്കുമ്പോൾ വന്നിട്ട് അല്ലാ തഖാഫു, ഇനി പേടിക്കണ്ട, വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന, ഇനി എത്ര കാലം അതിന്റെ ഉള്ളിൽ അങ്ങനെ കിടന്നാൽ എന്താ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ട് അതിന്റെ ഉള്ളില് ഇനി എത്ര അങ്ങനെ കിടന്നാൽ എന്താ? എത്ര കിടക്കണം എന്നറിയൂല. ഇസ്രാഫീൽ കാഹളത്തിലൂതും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനായിരിക്കും ആദ്യം തലയിൽ നിന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് വരിക. എന്റെ വലതുഭാഗത്ത് അബൂബക്കർ വരും, ഇടതുഭാഗത്ത് ഉമർ വരും. ദുനിയാവിലുണ്ടായ പോലെ നാളെ മഹ്ശറിൽ. തങ്ങൾ പറഞ്ഞ, എനിക്ക് ദുനിയാവിൽ 2 മന്ത്രിമാരുണ്ട്, ആകാശത്തിലും 2 മന്ത്രിമാരുണ്ട്. ദുനിയാവിൽ അബൂബക്കറും ഉമറുമാണ്, ആകാശത്തില് ജിബ്രീലും മീകാഈലുമാണ്. 2 മലക്കൾ, 2 മന്ത്രിമാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇവർ എങ്ങനെ വരികയെന്നറിയോ? കഅന്നഹും ജറാദും മുൻതശിർ. നമ്മൾ ഇവിടെ വൈകുന്നേരം നോക്കിയാല് ആ മരത്തിന്റെ മുകളിൽ പക്ഷികളെ കാണാം. ആ മരത്തിലേക്ക് പക്ഷികൾ വരുന്നത് കാണാം. നമ്മൾ ദുനിയാവിലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിന് ആഖിറവുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മളെ ഈമാൻ ഉപകാരം ചെയ്യും. അതായത് ഒന്ന് കൈ ഇങ്ങനെ അടിച്ചാൽ ഇതെല്ലാം കൂട്ടത്തോടെ പറക്കും. അങ്ങനെ ആ കൂട്ടത്തോടെയുള്ളൊരു പോക്കുണ്ടല്ലോ, അതുപോലെയാണ് ഭൂമിയിൽ നിന്ന് എണീച്ചിട്ട് ഇലാ റബ്ബിഹിം യൻസിലൂൻ, മഹ്ശറിലേക്ക് മനുഷ്യന്മാർ ഓടുക. ജറാദും മുൻതശിർ എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ തിരക്കിട്ട് പാറി വരുന്ന വെട്ടുകിളികളെ പോലെ മനുഷ്യന്മാർ ധൃതിപ്പെട്ടിട്ടാണ് മഹ്ശറിലേക്ക് വരിക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എണീച്ചിട്ട്. മഹ്ശറിൽ ഒരുമിച്ച് കൂടി കഴിയുന്നിട്ട് ആദ്യം മഹ്ശറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ അറിയോ? എല്ലാരും വന്നു. ആരൊക്കെ? ആദം തൊട്ട് അലൈഹി സ്വലാത്തു വസ്സലാം, ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ ഡേറ്റിൽ ജനിച്ച മനുഷ്യനും ഓരോ ജീവജാലങ്ങളും സർവ്വതും. അത് എത്രയുണ്ടാവും? അതിന്റെ കണക്ക് നമ്മളെ റബ്ബിന്റെ കിതാബിലുണ്ട്. ഈ ദുനിയാവിൽ എന്തൊക്കെ സൃഷ്ടിച്ചു, എന്തൊക്കെ കഴിഞ്ഞുപോയി, എത്ര കഴിഞ്ഞുപോയി, എങ്ങനത്തേതാ പോയത്, അതിനെത്ര കാലുണ്ടായിരുന്നു, കാലിലെത്ര നഖമുണ്ടായിരുന്നു, അതിനെത്ര രോമം ഉണ്ടായിരുന്നു, ഏത് രോമ കട്ടായി പോയത്, ഏത് രോമ ഫുള്ളുള്ളത്, ഏത് രോമത്തിന് ഏത് കളറാണ്, ഏതിന് എന്ത് മണമാണ്. ഫീ കിതാബിൻ മുബീൻ വഹുവൽ ഖല്ലാഖുൽ അലീം. നമുക്ക് അല്ലാഹനെ മനസ്സിലായില്ല. ഖല്ലാഖുൽ അലീം, സൃഷ്ടിച്ച ഓരോ സൃഷ്ടിയെ പറ്റിയുള്ള വിവരം കൃത്യമായി അവന്റെ കൈമലുണ്ട്. ഇനി അതിനുണ്ടാക്കുമ്പോൾ ആദം നബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കഴുത, ഉദാഹരണത്തിന് ആദം നബിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കഴുത, അതിനെ അള്ളാഹു കൊണ്ടുവരും മഹ്ശറിൽ. എത്ര കൊല്ലങ്ങൾക്ക് ശേഷം? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം. പക്ഷെ വരുമ്പോ അതെങ്ങനെയാണോ അന്നുണ്ടായത് അങ്ങനെ ഉണ്ടാവും. ആ രോമത്തിന്റെ എണ്ണം പോലും മാറൂല. കാരണം ആ എണ്ണം അറിയുന്നവൻ ആണ് അള്ളാഹു അൽ അലീം. നമ്മളെ പറ്റി നമ്മളെ ബോഡിയിൽ എന്തൊക്കെ നമുക്കറിയും. നമ്മൾ മറന്നിട്ടുണ്ടാവും. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മളെ എന്താ നമുക്കിപ്പോ ഓർമ്മയുള്ളത്? അത് മറന്നുപോയി. പക്ഷെ അള്ളാഹു എല്ലാവരും ആദ്യം മഹ്ശറിൽ എന്താ ചെയ്യാന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കലാണ്. കാരണം ആൾക്കാർ ദാഹിച്ചിട്ടാ വരിക.
ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എണീച്ച് വരികയല്ലേ. എല്ലാ നബിമാർക്കും ഹൗദ് ഉണ്ടാവും. നമ്മുടെ നബിക്കുണ്ട് മഹ്ശറിൽ ഹൗദ്. അവിടെ നിന്ന് സഫായി നിർത്തിച്ചിട്ടാണ് ഇത് കൊടുക്കുക. ഇത് കുടിക്കാൻ ഒരു കോപ്പ കിട്ടിയാൽ ലാ യദ്മഉ ബഅദഹു അബദൻ, പിന്നെ ഒരിക്കലും എന്തില്ല, ദാഹമില്ല, വിശപ്പ് ഒന്നുമില്ല. ആ കോപ്പ കയ്യിൽ കിട്ടാന്ന് പറഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് ആണ് മഹ്ശറിലേക്ക്. ഇനി അങ്ങോട്ട് എന്തേ ഉള്ളൂ, സൽക്കാരം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഫുള്ള് സൽക്കാരാണ്. കാരണം ഇവർ അങ്ങനെ ജീവിച്ചിട്ട് വന്നൻ. ആ സഫിൽ നിന്നാണ് മുബത്തദികളെ വലിച്ചു മലക്കുകൾ പുറത്തിടുക. മഹ്ശറിൽ ആദ്യം വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ സങ്കടാവും. സഹാബാക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കോടാനുകോടി ആളുകൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ നിങ്ങളെ ഹൗദിന്റെ അടുത്തേക്ക് നിങ്ങളെ ഉമ്മത്തിനെ വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഉമ്മത്തിനെ തിരിച്ചറിയാൻ പറ്റിയ? ഇതെന്റെ ഉമ്മത്തിനാണ്, ഇതെന്റെ ഉമ്മത്തിയാണ്, ഇതെന്റെ ഉമ്മത്തിയാണ്, എങ്ങനെ മനസ്സിലാവുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുതിരപ്പ ആലയത്തില് തലയിലും കാലിലും വെള്ള നിറമുള്ള കുതിരകളെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാവൂലേ? കുറേ കുതിര, 1000 കുതിര നിൽക്കുന്നുണ്ട്. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു കാലിന് വെള്ളയുള്ള കുതിരയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങളവിടെ മനസ്സിലാക്കൽ, നിങ്ങൾ ഗുർറും മുഹജ്ജലീനായിരിക്കും, വുദൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പ്രകാശം കൂട്ടിക്കോളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൈ കഴുകുമ്പോൾ ഇവിടം വരെ കഴുകും, തോള് വരെ. എന്നിട്ട് പറയും, ഞാൻ ഇതെന്തിനാ കഴുകുന്നതെന്നറിയോ? ഇത് നാളെ മഹ്ശറിൽ പ്രകാശിക്കുന്ന സാധനമാണ്, ആ പ്രകാശം കൂട്ടാണ് ഞാൻ. അതുകൊണ്ട് വുദൂ ആവർത്തിച്ച് ചെയ്യാനുള്ള കൽപ്പനയുള്ളത്. നിങ്ങൾ വുദൂഇനെ വർദ്ധിപ്പിക്കണം. വുദൂ ഇല്ലാത്തൊരവസ്ഥ ഒരു മുഅ്മിനിന് ഉണ്ടായിക്കൂടാ. ഏത് സമയത്തും വുദൂ ചെയ്തോ. ആ പ്രകാശം കണ്ടിട്ടാണ് നമ്മളെ മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വെള്ളം തരിക. അന്നേരാണ് ഇവരെ പിടിച്ചു മാറ്റുന്നത്. ഇപ്പോഴാ ചോദിക്കുക, യാ റബ്ബിഹും അസ്ഹാബി, അല്ലാഹുവേ ഇത് എന്റെ ആൾക്കാരാണ്. അപ്പൊ പറയപ്പെടും, യാ മുഹമ്മദ് ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്, നിങ്ങൾ ആളല്ലേ, പക്ഷെ നിങ്ങൾക്ക് ശേഷം അവർ നിങ്ങൾ പഠിപ്പിച്ച ദീനിൽ എന്തൊക്കെ പുതുതായിട്ടുണ്ടാക്കി എന്ന് നിങ്ങൾക്കറിയൂല. അവർ പുതുതായിട്ട് പലതും ഉണ്ടാക്കിയ മുബത്തദികളാണ്. ഇത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം മാറി. സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം എന്റെ ദീനിനെ വികലമാക്കിയവരെ ദൂരത്തേക്ക് പോകും, അവർക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അവർക്കൊരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മലായിക്കത്ത് വന്നിട്ട് ഓതിക്കൊടുക്കുന്ന അല്ലാ തഖാഫു, അത് ഈ അവസ്ഥയിലാണ്. അതേ സമയത്ത് നേരെ തിരിച്ചുണ്ട് പിടിച്ചിരുത്തി ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളുടെ കോലം കാണുമ്പോൾ തന്നെ ഒരുപാട് റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുൽ മൗത്തിന്റെയും പരിവാരങ്ങളുടെയും രൂപഭാവത്തിൽ തന്നെ ഇവന് പേടിയാവും. ഇവന്റെ നെറ്റി ചുളിയും, ഇവന്റെ കണ്ണ് തള്ളും, ഇവന്റെ മുഖം കോടിപ്പോവും, ചിലപ്പോ നിറം മാറിപ്പോവും, കയ്യും കാലിട്ട് പടക്കാൻ തുടങ്ങും. ചില മയ്യത്തുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അല്ലാഹു കാക്കട്ടെ. നല്ല ഓർമ്മയിൽ, നല്ല ആരോഗ്യത്തിൽ, നല്ല വൃത്തിയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർത്ത് മലക്കുൽ മൗത്തിനെ പ്രതീക്ഷിച്ച് കടന്നിട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നസീബാക്കട്ടെ. ഒരാൾക്കും ഒരു ഉപദ്രവം ആയിക്കൂടാ. അവസാനത്ത് നമ്മളുടെ കിടപ്പ് കണ്ടിട്ട് എന്ത് കോലാണ് വായി എന്ന് പറയാനുള്ള അവസ്ഥ ഉണ്ടായിക്കൂടാ. നല്ല തടിയിലും പിടിക്കലും തന്നെ പോണം. അർദൽ ഉമറിലേക്ക് പോവാൻ പാടില്ല. അതായത് നന്നേ വയസ്സാവുക, വാർദ്ധക്യമാവുക, ഒരാളുടെ സഹായമില്ലാണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അത് വേണ്ടാന്ന് പറയണം അല്ലാഹുവിനോട്, കാവൽ തേടണം. അർദലിൽ ഉമർ. കാരണം നമുക്കും പ്രയാസം, നമ്മളെ വീട്ടുകാർക്കും പ്രയാസമാവും, ചിലപ്പോൾ നമ്മളെ ഭാര്യക്ക് പ്രയാസമാവും, നമ്മളെ മക്കൾക്ക് ബുദ്ധിമുട്ടാവും. അവര് നമ്മളെ മുമ്പ് നമ്മളെ കേൾപ്പിക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പുറത്തെ റൂമെന്ന് പറയും, ഒന്ന് മരിച്ചു കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ആ അവസ്ഥയാവരുത്. നല്ല ആരോഗ്യമുള്ളപ്പോൾ പോണം. നല്ല ആരോഗ്യമുള്ള സമയം, നല്ല ഉന്മേഷത്തിലും ആവേശത്തിനും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായത്തില് അങ്ങനെ യാത്രയാവണം. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണോ ദുനിയാവെന്ന് പോവുക അങ്ങനെയായിരിക്കും മഹ്ശറിൽ വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായി 22-ാമത്തെ വയസ്സിൽ.
ഇത്രയെന്ന് പറയുമ്പോ നമ്മളെ ഈ നാട്ടിൽ ജീവിതം തുടങ്ങിയില്ല, പഠിപ്പ് കഴിയാൻ പോകുന്നേ ഉള്ളൂ. അതും ആരെന്നറിയോ? മക്കത്തെ കോടീശ്വരൻ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ഉമ്മ മക്കയിലെ അറിയപ്പെട്ട കച്ചവടക്കാരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പം 2 കൊല്ലത്തിന് ശേഷം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. നോക്കുമ്പോ ആളാകെ മെലിഞ്ഞ് കറുത്ത് പഴയ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ഒരു തുണി ഉടുത്തിട്ടുണ്ട്, മറ്റൊന്ന് പുതച്ചിട്ടുണ്ട്. അല്ലാഹു റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. തങ്ങൾ അറിയാണ്ടങ്ങ് കരഞ്ഞു. പറഞ്ഞു, പഴയ മുസ്അബിനെ എനിക്കറിയാം. മക്കത്ത് മുസ്അബ് ധരിക്കുന്ന പോലത്തെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്ന വേറെ ചെറുപ്പക്കാരുണ്ടായിട്ടില്ല. നബി പറയാണ്, മുസ്അബ് അന്ന് ഉപയോഗിച്ച പോലെയുള്ള സുഗന്ധം അത്തർ ഉപയോഗിക്കുന്ന വേറെ ആൾക്കാരുണ്ടായില്ല. ഇന്ന് മുസ്അബ് ഇങ്ങനെയാണെങ്കിൽ അത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വേണ്ടിയാണ്. മുസ്അബിന് അള്ളാഹു പകരം കൊടുക്കട്ടെ. 22 വയസ്സാണ്. മദീനത്ത് വന്ന് 2ാമത്തെ വർഷമാണ് ഉഹദ് യുദ്ധം. പക്ഷെ അദ്ദേഹം മദീനത്ത് എത്തി എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് മദീനക്കാർക്ക് ദീൻ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയക്കാണ് മുസ്അബിനെ. 22ാമത്തെ വയസ്സിൽ ആള് പോയി. നല്ല ചുറുചുറുക്കില്, നല്ല പവറുള്ള ഈമാനില്, നല്ല അമൽ ചെയ്യുന്ന സമയത്ത് യാത്രയായി. ബിലാൽ ഇബ്നു റബാഹ് ചെറുപ്പത്തിൽ പോയ ആളാണ്. ഖബ്ബാബ്, അതേപോലെ സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ മുആദ്, ഉമൈർ ബിൻ അബി വഖാസ്. സഅദ് ബിൻ അബി വഖാസിന്റെ അനിയൻ, 14 വയസ്സ്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം, ബദർ യുദ്ധം നടക്കുന്ന ഒരു വെള്ളിയാഴ്ച ആണല്ലോ, തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാളക്കാരൊക്കെ നിരീക്ഷിക്കാണ്. ഓരോരുത്തർ തടിമെടുക്കും ഒക്കെ നോക്കുമ്പം ഒരാളുണ്ട്, കാലിന്റെ വിരലും ഇങ്ങനെ നിൽക്കുന്നു. കാലിന്റെ വിരലിന് നീളം കൂട്ടിയിട്ട് നിൽക്കുന്നു. തങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ അമ്മാവന്റെ മോനാണ്. അബി വഖാസ് ഉമ്മാന്റെ കുടുംബക്കാരനാണ്. സഅദ് ബിൻ അബി വഖാസിന്റെ അനിയൻ ഉമൈർ ബിൻ അബി വഖാസ്. തങ്ങൾ പറഞ്ഞു, മോനെ, നീ യുദ്ധത്തിന് പോകാനായിട്ടില്ല, നീ തിരിച്ചു പോയിക്കോ. കരയാൻ തുടങ്ങി. കരച്ചിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കണ്ടപ്പം ജ്യേഷ്ഠൻ സഅദ് ബിൻ അബി വഖാസിനെ സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ നോക്കിക്കോളാം, എന്റെ പരം വിട്ടേ. നീ നോക്കുമെങ്കിലും ഒക്കെ നീ കൂട്ടിക്കോ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ അനിയന് വാള് കെട്ടിക്കൊടുത്തു. വാളിന്റെ അരപ്പെട്ട നമുക്ക് വാള് താഴെ വിട്ടുക. ഇവൻ നടക്കുമ്പോൾ വാളിങ്ങനെ ഭൂമി കൂടി ഇങ്ങനെ വിരിഞ്ഞു വരികയാണ്. വാള് പിടിക്കാനുള്ള പ്രായം പോലും ആയില്ല. ബദറിൽ പോയി 14ാമത്തെ വയസ്സിൽ ബദറിൽ ഷഹീദായി. ഇന്നും ബദറിനടുത്ത് പോയാൽ ആ ബദറിലെ ശ്രോതാക്കളെ 14 പേരിൽ നോക്കുമ്പോൾ കാണാം ഉമൈർ ഇബ്നു അബി വഖാസ്, 14 വയസ്സുകാരൻ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. പക്ഷെ മരിക്കുന്ന സമയം വല്ല ആരോഗ്യത്തിൽ അള്ളാഹു മരിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപകട മരണങ്ങളിൽ നിന്ന് കാവൽ തേടണം. തയ്യാറാവാത്ത മരണമാണ്, ഒരുക്കങ്ങളില്ലാത്ത മരണമാണ്. ഓലോട് യാത്ര പറയണം, മക്കളോടും യാത്ര പറയണം, ബാധ്യതകൾ തീർക്കണം. ഹക്കുകൾ ബാക്കിയാക്കിയിട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ ഒരു രക്ഷയും കിട്ടൂല. പ്രത്യേകിച്ച് കടം. അള്ളാഹു ഊറ്റി തരട്ടെ. കടം ഭയങ്കര സംഭവമാണ്. ഒരിക്കലും കടമാകുന്ന അവസ്ഥ ദുനിയാവിലുണ്ടായിക്കൂടാ. കഴിയുന്നത്ര ക്ഷമിക്കണം, കഴിയുന്നത്ര പട്ടിണി കിടക്കണം. അതിന് നമ്മളെ സഹായിക്കേണ്ടത് നമ്മളെ ഭാര്യമാരും നമ്മളെ മക്കളുമാണ്. അവര് ക്ലിയർ അല്ലെങ്കിൽ ആണുങ്ങൾ കടക്കാരാവും. അവർക്ക് ദീനില്ലെങ്കിൽ ആണുങ്ങൾ കടക്കാരാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ മയ്യത്താവും, മരണപ്പെടും. കുളിപ്പിച്ച് കഫൻ ചെയ്ത് മദീനത്തെ പള്ളി കൊണ്ടുവെക്കും. തൊട്ടപ്പുറത്തല്ലേ പോരാ, റസൂലുള്ളാഹി ഇരിപ്പിന്റെ അപ്പുറത്ത്. സഹാബാക്കൾ പോയിട്ട് വിളിക്കും, യാ റസൂലുള്ളാഹി, മയ്യത്ത് റെഡിയാണ്, നിസ്കരിക്കാൻ വരുമോ? ഫസ്റ്റ് ചോദ്യം, നിങ്ങളുടെ സഹോദരന് കടമുണ്ടോ? ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയും, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കാനില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസ്തരായിട്ട് ഏറ്റെടുക്കണം, നബിയെ ഞാൻ ഈ കടം പൂട്ടിക്കൊള്ളാം, അപ്പൊ വന്ന് നിസ്കരിക്കും. ഇല്ലെങ്കിൽ ഷഹീദായ സഹാബാക്കളെ പറ്റി പോലും പറഞ്ഞു, ശുഹദാക്കളെ പറ്റി അവർക്കാകെ ഒരു തടസ്സം അവരുടെ കടം മാത്രമായിരിക്കും. എങ്ങനെങ്കിലും വീട്ടണം, പെട്ടെന്ന് വീട്ടണം. എന്താ എന്റെ ദുആ?
اللهم أعني أغنني بحلالك عن حرامك اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك. പറഞ്ഞുകൊണ്ടേയിരുന്നുള്ളൂ, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആരോടാ പറയുന്നത്? ഖജനാവിന്റെ ഉടമസ്ഥനോട്, ഒരു കുറവില്ലാത്തവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെന്താ ദുആ കടം മാറാനുള്ള? اللهم إني أعوذ بك من الهم والحزن وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത്ഭുതകരമായിട്ട് അള്ളാഹു വീട്ടിത്തരും, അത്ഭുതകരമായി വീട്ടിത്തരും. ഒന്നുമില്ലെങ്കിലും നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത് ചിലപ്പോ വന്നിട്ട് പറയും വേണ്ട നിങ്ങൾ എടുത്തോളി, അള്ളാഹു അവർക്ക് വാരിക്കോരി കൊടുക്കട്ടെ. ചില മനുഷ്യന്മാർ അങ്ങനെ പറയും. കടം വീട്ടണം. അതൊന്നും ഇല്ലാണ്ട് അപകട മരണം സംഭവിച്ചാൽ അതൊരു പ്രശ്നം. എൻ്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വടകരക്കാരനാണ്, ഒമാനിലാണ്, മസ്കത്തില്. കണ്ണ എന്നെ പോലെ തന്നെ ഉണ്ട്. അയാളെ കണ്ടാൽ എന്നോട് വന്നിട്ട് ആൾക്കാർ സലാം പറയും, നവാസ് അല്ലേ? നവാസ് അല്ല, സലാഹുദ്ദീനാണ്. ഓനെ കണ്ടാൽ ചോലിസ്താദല്ലേ? അല്ല, ഞാൻ നവാസാന്ന് പറയും. നമ്മളെ പോലെ തന്നെ വേറെ. ഓൻ എന്നെ കണ്ട എപ്പം പറയും, മൊലവി പോവല്ലേ എങ്ങോട്ട്? ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ. ദീനിയ, ദീനി എന്ന് പറഞ്ഞാൽ പക്ക ദീനിയാണ്. ഓന്റെ ഒരു ചങ്ങാതിന്റെ ഷഹാദയാണ്. അള്ളാഹുവിന്റെ അടുത്ത് ഓന്റെ കൂട്ടുകാരന്റെ സാക്ഷിയായിരിക്കും. ഓൻ ദീനിയാണ്, പക്ക മുവഹിദാണ്. ഇൽമിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഇൽമിന്റെ ആൾക്കാരോട് ഭയങ്കര സ്നേഹമാണ്. കോവിഡ് ബാധിച്ചു, കോവിഡ് ബാധിച്ചു. ഹോസ്പിറ്റലിലായി മസ്കത്തില്. ഓന്റെ ചങ്ങായിമാർ അടുത്ത് തന്നെ ഉണ്ട്. ഡോക്ടർമാര് പറഞ്ഞു എനിക്ക് ചാൻസ് ഇല്ല. അപ്പൊ പിന്നെ അടുത്തുള്ള ചങ്ങായിമാര് പോയിട്ട് പറഞ്ഞു, നവാസേ നിനക്ക് ഇനി ചാൻസ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നീ മരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? ഓൻ പറഞ്ഞടാ ഒന്നുമില്ല, കുറച്ച് കടമുണ്ട്. അവനൊരു അത്ര കച്ചവടം തുടങ്ങിയത് അവിടെ. അതിൽ കുറച്ച് ബാധ്യത വന്നിട്ടുണ്ട്, അത് വീട്ടണം. എടാ ഞാൻ അത് ഏറ്റെടുത്ത് ഞാൻ വീട്ടിക്കോളാം. ഓൻ പറഞ്ഞു വേറൊന്നുമില്ല. ഓൻ പോയി. ഇങ്ങനെ വീട്ടിൽ തയ്യാറായിട്ട് പോകാൻ പറ്റണം. അപകടം സംഭവിച്ചാൽ പറ്റൂല. പെട്ടെന്നുള്ള മരണം, അറ്റാക്ക്. അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോ ഇതെല്ലാം മസ്റ്റായിട്ട് ചോദിച്ചേക്കും, അള്ളാഹുവേ നീ പെട്ടെന്നും തന്നെ കൊണ്ടുപോകരുത്. യാത്ര പറയാൻ പറ്റാണ്ടും ബാധ്യത ഒന്നും തീർക്കാതെയും ഉത്തരവാദിത്തങ്ങൾ തീർക്കാതെയൊന്നും എന്നെ നീ കൊണ്ടുപോകരുത്. ഇതെല്ലാം തീർത്ത് ക്ലിയർ ആക്കിയിട്ട് വേണം നീ എന്നെ അങ്ങോട്ട് വിളിക്കാൻ. കാരണം എന്താ അറിയോ, പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ടൊരു വരവില്ലല്ലോ. അത് അവസാനത്തെ പോക്കല്ലേ. ക്ലിയർ ആവാം. അങ്ങേയറ്റത്തെ അവസ്ഥ എത്തിക്കൂടാ. കാരണം നമ്മളെ കോലം മാറും, നമ്മളെ രൂപം മാറും, നമ്മളെ നിറം മാറും, നമ്മളെ ശരീരം വികൃതമാവും. അങ്ങനെയൊന്നുമല്ല, മുടി പൊഴിഞ്ഞ് താടി കൊഴിഞ്ഞ് ക്യാൻസർ ഒന്നും വരാണ്ട് അല്ലാഹു കാക്കട്ടെ. നല്ല താടിയെല്ലാം വെച്ച്, നല്ല മുടിയെല്ലാം വെച്ച്, മീശെല്ലാം വെട്ടി ഒതുക്കി മംഗലത്തിനായിട്ട് പോവാൻ വേണ്ടി ഒരുങ്ങി കിടക്കുന്ന പോലെ വേണം മയ്യത്തായിട്ട് കിടക്കാൻ. മലക്കൾ വന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആരെ മയ്യത്താപ്പ് ഇത്, ഇത്ര നല്ല മയ്യത്ത് മലക്കൾ പറയണം. അങ്ങനെ മരിക്കണം. അതിനൊരു വഴി എന്താ അറിയോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഈ പാവങ്ങൾ വല്ലാത്തൊരു അപകടമാണ്. നമ്മളെ ഈ യാത്രക്ക് ഏറ്റവും വലിയ തടസ്സം നമ്മൾ ചെയ്യുന്ന തെറ്റുകളായിരിക്കും. പാവം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അതുമില്ല. മനുഷ്യന്മാരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കും. പക്ഷെ ഇസ്തിഗ്ഫാർ, ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ഷദീദുൽ ഇഖാബി ദിത് തൗലി ലാ ഇലാഹ ഇല്ലാഹു. എത്ര രസമായിട്ട് അള്ളാഹ് പറഞ്ഞെന്നറിയോ? ഗാഫിരിദ് ദംബ്, സൂറത്തുൽ ഗാഫിർ. പാപം പൊറുക്കുന്നവനായ റബ്ബ്. ഖാബിലിത് തൗബി, തൗബ സ്വീകരിക്കുന്ന റബ്ബ്. ഷദീദുൽ ഇഖാബി, കടുപ്പപ്പെട്ട ശിക്ഷ നൽകുന്ന റബ്ബ്. അള്ളാഹു നമ്മൾ ആദ്യം പറഞ്ഞത് മഗ്ഫിറത്തും തൗബയും പറഞ്ഞിട്ട് പ്രേരിപ്പിച്ച റബ്ബാണ്. ഇസ്തിഗ്ഫാറിന്റെ കൂടെ കൊണ്ട് നടക്കണം. രാവിലെയും വൈകുന്നേരവും പറയാൻ പറഞ്ഞത് 100 പ്രാവശ്യം പറയാണ്ട് ഉറങ്ങരുത്. ഭാര്യ മക്കളെ പറയാതെ ഉറങ്ങാൻ സമ്മതിക്കരുത്.
ഒന്നുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്. അതിൽ കിട്ടുന്നെന്താ അറിയോ? ഞാൻ മിനിയാന്ന് സൂറത്തുൽ ബഖറന്റെ ക്ലാസ്സിൽ ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, മലക്കൾ പറഞ്ഞ അല്ലാഹുവിനോട് സുബ്ഹാനകന്റെ തഫ്സീർ വായിച്ചിട്ട് അന്തം വിട്ടുപോയി. ചെറിയ വാക്ക് സുബ്ഹാനല്ലാഹ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ചെറിയ വാക്കല്ല. ഞാൻ കുറെ ആയത്തും ഹദീസ് നോട്ട് ചെയ്ത് ഇവിടുന്ന് പറയാൻ ഞാൻ പറഞ്ഞു, മടക്കിയിൽ വന്നിട്ട് പറയണത് നീയത്താക്കിയിട്ട് വന്ന ഇന്നത് പറയാനാ വിചാരിച്ചു വെച്ച വിഷയം കൊണ്ട് മാറിയതാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഏറ്റവും ചെറിയ കൂലി എന്താ അറിയോ? അതൊരാൾ 100 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ തെറ്റുകൾ, പാപങ്ങൾ സമുദ്രത്തിലെ തിരമാലകളുടെ പതകൾക്ക് സമാനമാണെങ്കിലും അള്ളാഹു മായ്ച്ചു കൊടുക്കും. 5 മിനിറ്റ് വേണ്ട സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറയാൻ രാവിലെ വൈകുന്നേരം. പക്ഷെ പറയുന്നവര് വളരെ കുറവാണ്. ഖലീലൻ മാ തദക്കറൂൻ. ചിന്തിക്കുന്ന ആൾക്കാര് വളരെ കുറവ്. നമ്മൾ ക്ലാസ് പറഞ്ഞതാണ്, ആ ഖലീലിൽ പെടാനാ ശ്രദ്ധിക്കേണ്ടത്. രാവിലെ ഇത് പറയുന്ന ഖലീൽ, അസ്തഗ്ഫിറുല്ലാഹ് 100 പറയുന്ന ഖലീൽ, അതിൽ പെടണം. ഇസ്തിഗ്ഫാർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വലിയ പ്രതീക്ഷയേ വേണ്ട. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ആയോ ഇല്ല എന്നുള്ള കാര്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ പ്രതീക്ഷ ആകെ എന്തിനേ ഉള്ളൂ? ഇസ്തിഗ്ഫാർ. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, യഗ്ഫിറു ദുനൂബ ജമീഅൻ, ഞാൻ മുഴുവൻ പാപം പുറത്തേരാം, നീ എന്നോട് ചോദിച്ചാൽ മതി, മുഴുവൻ പാപം പുറത്തേരാം. ഇസ്തിഗ്ഫാറിനെ കൂടെ കൊണ്ട് നടക്കണം. അതൊരു മുവഹ്ഹിദിനുള്ള റഹ്മത്താണ് ഇസ്തിഗ്ഫാർ. ഒരു ഭാഗത്ത് തൗഹീദ് ഉണ്ട്, അതൊരു എന്താ പറയാ, ഒരു 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 സുരക്ഷയുണ്ടല്ലോ, ഇംഗ്ലീഷിൽ എന്താ പറയാ, ഒരു സേഫ് സോൺ. ഒരു സേഫ് സോൺ ആണ് തൗഹീദ്. ചിലപ്പോ അല്ല എന്ത് പറയും, നീ പോ ഖലാസ്, ആരും അള്ളാനെ ചോദ്യം ചെയ്യുന്നില്ല, തൗഹീദ് ഉള്ളവനല്ലേ നീ പോന്ന് പറയാം. പക്ഷെ എന്നാലും തൗഹീദ് ഉള്ളവനുള്ള പ്രതീക്ഷയാണ് ഈ ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരെ തിരിച്ചാണെങ്കിൽ, ഇസ്തിഖാമത്തില്ലാത്തവനാണെങ്കിൽ, അതുകൊണ്ട് പറയുന്നുള്ളൂ, ജീവിതത്തിലില്ല, അവസരം കിട്ടുമ്പോൾ മാത്രമേ ദീനുള്ളൂ, അള്ളാഹു കാക്കട്ടെ. അങ്ങനത്തൊരാണെങ്കിൽ മലക്കുൽ മൗത്തും പരിവാരങ്ങളും വരും. മുഖം അത്ര ക്ലിയർ അല്ല, അവരുടെ വേഷവിധാനവും അത്ര സുഖമുള്ളതല്ല, കൈമലുള്ളത് മുള്ളുവടികളും ഇരുമ്പ് ദണ്ടുകളുമായിരിക്കും. പേടിപ്പിക്കാൻ, കാണുമ്പോൾ തന്നെ അവന് പേടിയാവും. സലാം പറയൂല, അവന്റെ അടുത്തേക്ക് സലാം പറയാണ്ട വരിക. അവന്റെ അടുത്ത് ഈ ആയത്ത് ഓതാനില്ല, കളിവനെ സമാധാനിപ്പിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുള്ളിന്റെ വടി കോട്ടനുള്ളിലേക്ക് കുത്തിയിറക്കി അത് തിരിച്ചു വലിക്കുമ്പോൾ എത്രത്തോളം കോട്ടൻ ആ മുള്ളുകളിൽ കലർന്ന് പറ്റിപ്പിടിച്ച് വരുവോ ആ രീതിയിലായിരിക്കും അവന്റെ റൂഹിനെ പുറത്തേക്ക് എടുക്കുക. ചില ഉലമാക്കൾ പറഞ്ഞു, ശരീരത്തിലേക്ക് ഒരു ഇരുമ്പ് കുത്തി ഇറക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുകൾ മുഴുവനും അതിൽ വലിച്ചു ചൊറച്ച് പുറത്തേക്ക് എടുക്കുമ്പം എന്തായിരിക്കുമോ അവസ്ഥ, അതായിരിക്കും അവന്റെ റൂഹിന്റെ പോക്ക്. കാല് തൊട്ടവന്റെ വേദന തുടങ്ങും. അവൻ ആ കണ്ണ് തള്ളിയിട്ടായിരിക്കും പുറത്തേക്ക് പോയിട്ടുണ്ടാവുക. ആരും അവന്റെ റൂഹിനെ സ്വീകരിക്കൂല. മലക്കുകൾക്ക് ആ റൂഹ് വേണ്ട. ഒരാകാശവും ആ റൂഹിനെ സ്വാഗതം ചെയ്യൂല. 7 ആകാശത്തിന്റെ അപ്പുറത്തെത്തും. അള്ളാഹു പറയും, ഇവൻ എങ്ങോട്ട് കൊണ്ടുപോവാൻ? സിജ്ജീൻ. വമാ അദ്റാക മാ സിജ്ജീൻ. അള്ളാഹു ചോദിച്ചു മുത്തഫിഫീനില്, സിജ്ജീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുരുത്തം കെട്ട ആൾക്കാരുടെ റൂഹിനെ നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. ഇവന്റെ റൂഹ് ഇവിടുന്ന് പോകുമ്പോ ഇവിടെ തന്നെ സംഭവിക്കുന്നുണ്ടാവും. ഇവന് മലക്കുകളുടെ ഭാഗത്തുള്ള സന്തോഷ വാർത്തകളൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചിലപ്പോ ഇവനെ പരിപാലിക്കാനുള്ള ആളുകൾ വരെ ദുനിയാവിലുണ്ടാവില്ല. നേരെ ചൊവ്വയൊന്ന് പരിപാലിക്കാൻ, നേരെ ചൊവ്വൊന്ന് കുളിപ്പിക്കാൻ, ഒന്ന് അത്തറ് പൂശിയ കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് ഓനെ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഖബറിൽ കൊണ്ടിരുത്തും. നേരത്തെ വന്ന 2 മലക്കുകൾ വരും. പക്ഷെ കോലം അത്ര ക്ലിയർ അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്റഖാൻ, അവരുടെ നിറം നീല നിറമായിരിക്കും. ഈ വരുന്ന മലക്കുകളുടെ കാണുമ്പോൾ തന്നെ പേടിയാവും. പിടിച്ചിരുത്തും. ആദ്യം സ്വർഗം കാണിച്ചു കൊടുക്കും. ഭയങ്കര ആവേശാവും. അവര് പറയും, ഇതാകുമായിരുന്നു നിന്റെ സ്ഥലം, നീ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. പക്ഷെ നീ സൂക്ഷിച്ചില്ല,
ഇനി നീ പോവാൻ പോകുന്ന കണ്ടോളൂ, എന്നിട്ട് നരകം കാണിച്ചു കൊടുക്കും. അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അദാബായിരിക്കും ആ കാഴ്ച. കാരണം ഇനി മഹ്ശറിലേക്ക് വരുന്നവരെ ഇതും കണ്ടോണ്ട് വേണം കിടക്കാൻ. ചോദ്യം ചോദിക്കും, മർറബ്ബുക്ക്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ എന്നൊരു ശബ്ദം. വേറൊന്നും അറിയില്ല. റബ്ബുമായിട്ടൊരു കണക്ഷനും ഇല്ല. ദുനിയാവില് റബ്ബുമായിട്ടൊരു കണക്ഷനും ഇല്ല. അള്ളാഹുമായിട്ടൊരു വർത്താനം, അള്ളാഹുമായിട്ടൊരു ഒറ്റക്കൊന്നിരിക്കല്, അള്ളാഹുമായിട്ടൊന്ന് മുനാജാത്ത് ചെയ്യല്, പരിപാടിയേ ഇല്ല. റബ്ബിന്റെ കൽപ്പനയാടാ. എടാ ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലടാ, പ്രശ്നമില്ല, അള്ളാഹു കാക്കട്ടെ. ഖബറിൽ അനുഭവിക്കും അത്. ഒരു റബ്ബിനെ അറിയില്ല. ഇത് കാണിച്ചു ചോദിക്കും, ഇതാരാന്നറിയോ? ലാജിരി. ജനങ്ങൾ എന്തല്ലോ പറയുന്ന കേട്ടിനി, പക്ഷെ എനിക്കിതാരാന്നറിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചോദിക്കുമ്പോ, ദീനുക്ക്, ദീൻ ഏതാണ്? അറിയില്ല. കാരണം ദീനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിട്ട. ഭൂമിയുടെ ഖബറിന്റെ മുകളിൽ പല പ്രാവശ്യം ആ മണ്ണിൽ ചവിട്ടി നടന്നിട്ടുണ്ടാവും അഹങ്കാരത്തോടെ. പള്ളി നിഖാമത്ത് കൊടുക്കുന്നുണ്ടാവും, ഓൻ അതിന്റെ മുകളിൽ കൂടി അങ്ങോട്ട് ഓടിയിട്ടുണ്ടാവും. ദിക്ർ ചെല്ലണ സമയമായിട്ടുണ്ടാവും, ഖുർആനോത്തിന്റെ സമയമായിട്ടുണ്ടാവും. ഓനാ കടക്കാൻ പോകുന്ന ഖബറിന്റെ മുകളിലൂടെ 10-15 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അതിന്റെ ഉള്ളിലാണ്. ഓൻ പറയും, ദീൻ എന്താ നിനക്ക് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ വാതിലും തുറന്നുകൊടുത്ത് ഈ 2 മലക്കുകളും പോവും. അപ്പം വേറൊരാൾ വരും, വിരൂപിയായ ഒരു മനുഷ്യന്റെ കോലത്തിൽ. കാണുമ്പോൾ തന്നെ ഇവരെ മനസ്സിലാവും. ഇവൻ പറയും, നീ എന്തോ ഷെറ് കൊണ്ട് വന്നതാണല്ലോ, നീ ആരാണ്? അവൻ പറയും, അമലുക്കസ്സൂ. ഞാൻ നീ നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ ഉണ്ടായോ? നീ കട്ടില്ലേ, കള്ളുടിച്ചില്ലേ, വ്യഭിചരിച്ചില്ലേ, നീ ഹറാമ് ഉണ്ടാക്കിയില്ലേ, നീ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടെ, അതൊക്കെയാണ് ഞാൻ, എന്റെ മോശമായ അമലുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീൻ കിട്ടലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖാണ്. അതിൽ ഇസ്തിഖാമത്ത് കിട്ടലും അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള തൗഫീഖാണ്. ഇസ്തിഖാമത്ത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയേ പറ്റുള്ളൂ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖുൽ ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. ഞാൻ എന്താണ് ഇസ്ലാമിൽ ചെയ്യേണ്ടത് പറഞ്ഞു തരും, വേറെ ആരോടും ഞാൻ ചോദിക്കൂല, എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഒരു ലാസ്റ്റ് വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറഞ്ഞാ മതി, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതിലെല്ലാം പെട്ടു, ദീൻ മുഴുവൻ അതിൽ പെട്ടു. സുമ്മസ്തഖിം, പറഞ്ഞാ പോരാ, പിന്നെന്ത് വേണം? നീ അതിൽ ഉറച്ചു നിൽക്കണം. ഏതുവരെ? മരിക്കുന്നത് വരെ. ബഹുമാനപ്പെട്ട ഉലമാക്കള് ഈ ഇസ്തിഖാമത്തിനെ നിർവചിച്ചപ്പം അവർ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല മനോഹരമായി. ഒന്ന്, ഇസ്തിഖാമത്തിന്റെ അടയാളം, ഉദാഹരണം, അയ്യകൂന മസലുഹു കമസലിൽ ജബൽ. ദീനിൽ പർവ്വതം കണക്കെയാവണം. എന്താ പർവ്വതത്തിന്റെ പ്രത്യേകത? ലിഅന്നൽ ജബല ലഹു അർബഉ അലാമാത്. മലകൾക്ക്, പർവ്വതങ്ങൾക്ക്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? ബെട്ട പോയി, എല്ലാം ആ മലയേ പോയി. 4 അടയാളങ്ങളുണ്ട്. ഒന്ന്, അല്ല യുസീബഹുൽ ഹർറു. എത്ര ശക്തമായ വെയിലടിച്ചാലും മല കുലുങ്ങൂല, അതിന്റെ കല്ല് ഉരുകി പോകുന്നില്ല. മല ഏത് ചൂടുള്ള സ്ഥലത്താണെങ്കിലും കല്ല് കല്ലായിട്ട് അങ്ങനെ നിൽക്കും. ചിലപ്പോ നമ്മൾ കയറി തൊട്ടാൽ നമ്മൾ പൊള്ളിപ്പോവും, ഒരു കുലുക്കവും ചൂട് കൊണ്ടുണ്ടാവൂല. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ലാ യുജ്മിദുഹുൽ ബർദു. തണുപ്പൊരിക്കലും മലയെ കട്ടയാക്കൂല. അതിന്റെ മുകളിൽ ഐസ് കട്ടയുണ്ടാവും, അത് തട്ടിമാറ്റിയാൽ മലയായിട്ട് നിൽക്കുന്നുണ്ടാവും. മൂന്നാമത്തേത്, ലാ തുഹദ്ദിഖുഹു റീഹു. കാറ്റ് അതിനെ അളക്കൂല മലനെ. നാലാമത്തേത്, ലാ യുദ്ഹിബുഹു സൈലു. മലവെള്ളപ്പാച്ചിൽ വന്നാലും മല പോലെ നിൽക്കുന്നുണ്ടാവും, അതതിന്റെ കൂടെ അതിന്റെ മുകളിലും താഴെല്ലാം എടുത്തിട്ട് വെള്ളം പോയിട്ടുണ്ടാവും, മല അങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇസ്തിഖാമ. ഒരു ഭാഗത്തുനിന്ന് വെയില്, ഒരു ഭാഗത്തുനിന്ന് തണുപ്പ്, ബാക്കിന്ന് ശക്തമായ കാറ്റ്, മറുഭാഗത്തുനിന്ന് വലിയ മലവെള്ളപ്പാച്ചല് പോലെ ദുനിയാവിന്റെ ഫിത്നകളും. നമ്മൾ മല കണക്കേണ്ടി നടക്കും. അങ്ങോട്ടും തിരിയുന്നില്ല, ഇങ്ങോട്ടും തിരിയില്ല. നമ്മൾ എങ്ങോട്ടേ തിരിയൂ? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. അതാണ് ഇസ്തിഖാമ.
ശരിക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഭാഗ്യമാണ്, തൗഫീഖ്. അള്ളാഹു നസീബാക്കി തരട്ടെ. ചില കാരണങ്ങളും കൂടിയുണ്ട്. ഇൻഷാ അള്ളാഹ് എന്ത് വേണം നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടാൻ നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇസ്തിഖാമത്തിന് വേണ്ടുന്നത് എന്താണോ അതൊക്കെയും അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. കാരണം തന്നാലേ കിട്ടുള്ളൂ. നമ്മളെ കഴിവ് കൊണ്ട് നമുക്ക് പറ്റൂല. നമ്മുടെ ഇൽമോ, നമ്മളെ അറിവോ, നമ്മളെ കഴിവോ ഇതൊന്നും അതിൻ്റെ ഒരു കാരണമല്ല. ഇവൻ ഇങ്ങനെ എനിക്ക് വേണം എന്നെന്റെ റബ്ബ് തീരുമാനിച്ച് ഓൻ ആ വഴി തുറന്നു കൊടുത്താൽ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, പരിശ്രമിച്ചാൽ നാം വഴി തുറന്നു കൊടുക്കും. നാം തുറന്നിട്ടില്ലെങ്കിൽ ഓനെ കിട്ടൂല. അള്ളാഹു നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.